Good evening. Good evening, ma'am. Good evening, Tanya. Good evening, ma'am. Good evening, Alina, Subaina, Smriti, Ramya. Good evening, ma'am. Good evening. നിങ്ങൾ ആരോടായിരുന്നു പ്രയർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? Good evening, ma'am. ഗുഡ് ഈവനിങ് രമ്യ. പ്രയർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ? ഓർമ്മയുണ്ടോ? ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല? ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഓക്കെ. ആക്ഷൻ സോങ്ങോ റോൾ പ്ലേയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കയ്യില്? ധന്യ ഉണ്ടോ? ഇല്ല മാം, പ്രയർ ഇല്ല. ഇല്ല അല്ലേ? ഓക്കെ. പ്രയർ ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. Thank you God for the words so sweet. Thank you God for the food we eat. Thank you God for the birds that sing. Thank you God for everything. നെക്സ്റ്റ് വീക്ക് രമ്യ പ്രയർ ചെയ്യണം കേട്ടോ. രമ്യ. റോൾ പ്ലേ അലീന കേട്ടോ. ഞാൻ ചെയ്തതാണ്. ഞാൻ റോൾ പ്ലേ ചെയ്തായിരുന്നു. ഓക്കെ. സ്മൃതി. ഓക്കെ മാം, ഞാൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വീക്ക് കേട്ടോ. ഓക്കെ. നാളെ അല്ലേ മാം? നാളെ ജിഷാമിസ് ആയിരിക്കുള്ളൂ മിക്കവാറും കേട്ടോ. ജിഷാമിസ് വന്നിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന്. ഇപ്പൊ കുഴപ്പമില്ല, ജിഷാമിസ് വരും കേട്ടോ. ഇത്ര ദിവസം ആയില്ലേ, ജിഷാമിസ് വരും. നെക്സ്റ്റ് വീക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ. എന്ത് പറ്റിയായിരുന്നു മിസ്സിന്? മിസ്സിന്റെ ഹസ്ബൻഡിന് ഹെൽത്ത് പ്രോബ്ലം ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു കഴിഞ്ഞ വീക്ക് മുതലേ. അതാണ് ഞാൻ ഇത്രയും ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എടുത്തത് കേട്ടോ. എന്റെ ദിവസം വരുന്നത് തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ ആണ് ഞാൻ ഉണ്ടാവുക. 2 ദിവസം ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ. മിസ്സിന്റെ ഒരു സൗകര്യം കൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം ഇപ്പോഴാ അറിഞ്ഞത്. ബോറടിച്ചോ? ഇല്ല ഇല്ല എന്റെ ക്ലാസ്സില്ല മാം. ഇല്ല അല്ലേ? ഓക്കെ. ഞാനിങ്ങനെ നിഷാമിസിനോട് പറയുമായിരുന്നു, കുട്ടികൾക്കൊക്കെ എന്നെ കണ്ട് കണ്ട് ബോറടിച്ചിട്ടുണ്ട്, നിഷാമിസ് എത്രയും പെട്ടെന്ന് വായുന്ന്. അപ്പോ തീരെ വരാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മിസ് ക്ലാസ് എടുത്താനേ. ഇതുകൊണ്ടാണ്. ഓക്കെ. ബോറടിച്ചിട്ടൊന്നുമില്ല, എന്താ മോളെ? എന്താ ബോറടിക്കാറൊന്നുമില്ല മാമിന്റെ ക്ലാസ് നല്ല ക്ലാസ് തന്നെയാ. നല്ല ക്ലാസ് ആണ്. ഓക്കെ, താങ്ക് യു. എന്നാലും നമ്മളെ ഒരാളെ തന്നെ ഡെയിലി കാണുമ്പോ ഒരു മടുപ്പ് ഉണ്ടാകും, സ്വാഭാവികമാണത്. അപ്പൊ അതായത് മറ്റു കുട്ടികളെ പഠിപ്പിക്കാൻ പോകുമ്പോഴും നമ്മൾ ഡെയിലി അല്ലല്ലോ അവിടെയൊക്കെ പോകുന്നേ. അവിടെയൊക്കെ എന്താണ് നമ്മള്, അതായത് ഒരു വീക്കിൽ ഒരു 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസമൊക്കെ ആയിരിക്കും നമ്മള് പഠിപ്പിക്കുന്നത്. പോയി ചെറിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ എനിക്കും സുഖമാണ്, നിങ്ങൾക്കും പഠിക്കുന്നവർക്കും സുഖമാണത്. പക്ഷെ എപ്പോഴും ആവുമ്പോ നമുക്കൊരു ഇത് വരും. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഞാനിങ്ങനെ പറയായിരുന്നു, മിസ് ഒന്ന് വേഗം വായോ എന്ന് പറയായിരുന്നു. തീരെ വരാൻ പറ്റാത്ത കണ്ടീഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ നീണ്ടത്. അതായത് ഈ ഒരു ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ തന്നെയാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണേ. നിങ്ങളിപ്പോ പറയുന്നില്ലെങ്കിലും എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ എന്താ ഒരു മടുപ്പുണ്ടെങ്കിൽ അതൊരു ബോറിംഗ് ആവുമല്ലോ. അത് വന്നിട്ട് പറഞ്ഞാണ് കേട്ടോ. ഓക്കെ. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? നമുക്ക് ഹെൽത്ത് കെയർ എന്നും കൊണ്ട് തീർക്കാം കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസ് നിങ്ങളാണ് എന്നോട് ചോദിച്ചത്. ആക്ടിവിറ്റീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ക്ലാസ് റൂമിൽ ഇടുന്ന കേസ് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്? ഇല്ല അല്ലേ? ജിഷാമ നിങ്ങൾക്ക് ആക്ടിവിറ്റീസും കാര്യങ്ങളും തന്നിട്ടില്ലേ? ക്ലാസ് റൂമിൽ ഇട്ട് തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട് അല്ലെ? ഓക്കെ. ഞാനത് ഉടനെ തന്നെ ഇട്ട് തരാം കേട്ടോ. ക്ലാസ് റൂമിൽ ഇട്ട് തരാം കേട്ടോ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ചെയ്യേണ്ട ആക്ടിവിറ്റീസ്. ഓക്കെ. പിന്നെ ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ചിട്ട് ഞാൻ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വേണ്ട, ലാസ്റ്റ് വായിപ്പിക്കും കേട്ടോ. ഓക്കെ. ഓക്കെ. ഞാൻ സ്ലൈഡ് എടുത്ത് ഇടാം. അപ്പൊ ഞാൻ ഇന്നലെ ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ നീഡ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. കുറച്ച് വൈറ്റമിൻസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അതായത് കുട്ടികൾക്ക് കൊടുക്കേണ്ട വൈറ്റമിൻസും കാര്യങ്ങളും, ഏതൊക്കെ ലീഫി വെജിറ്റബിൾസ്, അതുപോലെ തന്നെ പഴങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയുള്ളത് ഡയറ്ററി റിക്വയർമെന്റ്സ് ആണ് കേട്ടോ. ആരാ ഈ ഒരു പാരാഗ്രാഫ് ഒന്ന് വായിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക? ആരാ മിടുക്കി? ഒന്ന് പറഞ്ഞേ. പാരാഗ്രാഫ് ഒന്ന് വായിച്ചിട്ട് എന്ത് ചെയ്യണം? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം അത് കേട്ടോ. ധന്യ വായിക്കോ? ധന്യ വായിക്കാം മാം. വായിച്ചിട്ട് മോൾക്ക് മനസ്സിലാവുന്നത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. The nutritional necessity of children depends upon their body size, which is much higher than those for adults. Though the body needs all the nutrients in the required proportions, nutrients more important at this age are carbohydrate, protein, vitamins A, B, C, and D, calcium, phosphorus, iodine, and iron. The energy and protein requirements for 3 to 6 years age group are as follows. Energy, അതെങ്ങനെയാണ് വായിക്കുന്നത്? ഒരു ഇത് പറഞ്ഞാൽ മതി, ആ ഒരു നമ്പർ പറഞ്ഞാൽ മതി, ഫുൾ ആയിട്ട് പറയണമെന്നില്ല. അല്ലാതെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാന്ന്? എന്താ പോലെ 1690 കലോറീസ് കേട്ടോ. കലോറീസ് പെർ ഡേ അങ്ങനെയല്ലോ. അത് മനസ്സിലായിട്ട്. പ്രോട്ടീൻ 30 gram per day അങ്ങനെയല്ല. ഓക്കെ. ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇനി അടുത്തത് വായിക്കുന്നതിന് മുമ്പ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അത് വായിച്ചാൽ മതി കേട്ടോ. ഇത് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തോളൂ കേട്ടോ. എന്താ അതിനകത്ത് പറയുന്നേ ധന്യ? ചിൽഡ്രൻ, കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ന്യൂട്രീഷണൽ അതിന്റെ നെസസിറ്റി, ആവശ്യകത. എന്തൊക്കെയാണ് കുട്ടികൾക്ക് ഈ ഒരു ഏജിൽ വേണ്ടത്? ആ ഒരു അഡൽട്ടിന്റെ ആ ഒരു സമയത്ത് എന്തൊക്കെ ഇതാണ് നമുക്ക് വേണ്ടത്? അതിനകത്ത് പറയുന്നുണ്ടല്ലോ, മെൻഷൻ ചെയ്യുന്നില്ല ഇതിനകത്ത്. എന്തൊക്കെയാ വേണ്ടത്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻസ്, കാൽസ്യം, ഫോസ്ഫറസ്, അയഡിൻ ആൻഡ് അയൺ. ഓക്കെ. പിന്നെ ABC and D എന്ന് കൊടുത്തിട്ടില്ല? അത് നമ്മൾ ഇന്നലെ വൈറ്റമിൻസിന്റെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ABC and D കേട്ടോ. ABC and D എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ ഡി കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? വൈറ്റമിൻ എ, ബി, സി അത് തന്നെയാണ് കേട്ടോ. പിന്നെ എത്ര കലോറി, എത്ര പ്രോട്ടീൻ, ആ ഒരു അതിന്റെ ഒരു മെഷർമെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്രയാ വരുന്നത്? എനർജി 1690 കലോറീസ് പെർ ഡേ. പ്രോട്ടീൻ 30 gram per day. ഓക്കെ മതി തന്നെ, ഞാൻ പറഞ്ഞോളാട്ടെ ഇനി. ഓക്കെ, താങ്ക് യു പറഞ്ഞു തന്നതിന്. നിങ്ങൾ ഇങ്ങനെ വായിപ്പിക്കുന്നതായിട്ട് പറയിപ്പിക്കുന്നത്, വേറെ ഒന്നും വിചാരിക്കരുത്, നിങ്ങൾ തന്നെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോ
ഈ ഒരു അതായത് ഇവിടെ പറയുന്നതെന്ന് വെച്ചാല് നമ്മൾ ഇന്നലെ കുറെ വൈറ്റമിൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വൈറ്റമിൻസിന്റെ കൂട്ടത്തിൽ തന്നെ എന്ത് വേണം, കുറെ അളവിൽ അല്ലെങ്കിൽ എന്താണ് നിശ്ചിത മെഷർമെന്റിൽ എന്താണ് ചില വേറെ ഘടകങ്ങളും നമ്മുടെ ബോഡിക്ക് ആവശ്യമുണ്ട്. നമ്മുടെ നല്ല കുട്ടികളുടെ ബോഡിക്ക്, നമ്മുടെ ബോഡിക്ക് ആവശ്യമുണ്ട് കേട്ടോ. നമ്മുടെ ബോഡിക്കും വേണം, കുട്ടികളുടെ ബോഡിക്കും വേണം. കുട്ടികളുടെ ബോഡിയിലെ ന്യൂട്രിയൻസിന്റെ കാര്യമാണ് ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് കേട്ടോ. അതിനകത്ത് ഫസ്റ്റ് വൺ വേണ്ടത് എന്താണ്, കാർബോഹൈഡ്രേറ്റ് ആണ് കേട്ടോ. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ നമ്മള് അതായത് ഡയറ്റ് ഒക്കെ ചെയ്യുന്നവര് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറച്ച് പ്രോട്ടീന്റെ അളവ് കൂട്ടിയിട്ടാണ് ഡയറ്റ് ഒക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാമോ അത്? അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഡയറ്റ് ചെയ്യുന്നവരുണ്ടോ? ചെയ്തിട്ടുണ്ട് മാം. ചെയ്തിട്ടുണ്ട് അല്ലെ? പക്ഷെ കുട്ടികൾക്ക് ചെയ്യുന്നുണ്ടോ? ഓക്കെ. അപ്പൊ കുട്ടികൾക്ക് ഇത് കൊടുക്കുമ്പോൾ അതായത് അവർക്കെന്ന് പറഞ്ഞാൽ ആ ഒരു ഏജിൽ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കൊടുത്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോട്ടീന്റെ അളവ് കേട്ടോ. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, കൂടുതലായിട്ടും പ്രോട്ടീൻസ് അടങ്ങിയ ഭക്ഷണങ്ങള് പയറുവർഗ്ഗങ്ങളാണ്. ഇപ്പൊ കടല, പയറ്, പരിപ്പ്, ചെറുപയറ്, അങ്ങനെയുള്ള ഗ്രീൻ പീസ്, അങ്ങനെയുള്ള ഇതിലാണ് കൂടുതലായിട്ട് എന്തുള്ളത്, പ്രോട്ടീൻ ഉള്ളത്. പിന്നെ ചിക്കനില് പ്രോട്ടീൻ ഉണ്ട്, പക്ഷെ കൂടുതൽ അത് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല കുഞ്ഞുങ്ങൾക്ക് കേട്ടോ. കാരണം എന്താ, കൂടുതൽ ഇഞ്ചക്ട് ചെയ്തിട്ടുള്ള ചിക്കനുകളാണ് കൂടുതലായിട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ്, അത് ഹോർമോൺ കുത്തിവെച്ചിട്ടുണ്ടാവുന്നതാണ്. പ്രോട്ടീൻ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും എന്താ, കുത്തിവെച്ചിട്ടുള്ള സാധനമുള്ള നമ്മൾ കഴിക്കുന്നത് അതത്ര ബോഡിക്ക് നല്ലതല്ല. അതുകൊണ്ട് അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, കുഞ്ഞുങ്ങൾക്ക് പയറുവർഗ്ഗങ്ങൾ കൊടുക്കാം. അപ്പൊ അവർക്ക് പ്രോട്ടീന്റെ ആ ഒരു അളവ് അവരുടെ ബോഡിയിൽ എത്തിക്കോളും. അതുപോലെ തന്നെ വൈറ്റമിൻസ് ഇവിടെ പറയുന്നു A, B, C, and D. ഓക്കെ, ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ലീഫി വെജിറ്റബിൾസ്, ക്യാരറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, കുട്ടികളുടെ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തണം. ഇനി വൈറ്റമിൻ ബി ധാരാളമായിട്ടുള്ളത് അരിയുടെ തവിടിലാണ് കേട്ടോ. അപ്പോ അരി കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും എന്താ, സാധാരണ അതായത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന അരിയാണ് കൂടുതൽ കൊടുക്കുന്നത് അല്ലെ. പക്ഷെ എന്താണ്, ആ ഒരു തവിട് കളയാത്ത അരി എന്ത് ചെയ്യണം, നമ്മൾ യൂസ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ വൈറ്റമിൻ സി ധാരാളമായിട്ടുള്ളത് ലെമൺ അല്ലെ, നാരങ്ങ, ചെറുനാരങ്ങയിലുണ്ട്. അതുപോലെ തന്നെ എന്താണ്, സിട്രസ് അതായത് പുളിരുചി ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളിലൊക്കെ തന്നെ എന്തുണ്ട്, വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ വൈറ്റമിൻ ഡി അതായത് പ്രധാനമായിട്ട് കിട്ടുന്നത് സൺലൈറ്റിൽ നിന്നാണ്. അപ്പോ എന്ത് ചെയ്യുക, കുട്ടികളെ കളിക്കാനൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ പുറത്തേക്ക് വിടണം. വൈകുന്നേര സമയങ്ങളിൽ അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഒക്കെ എന്താണ്, ഇപ്പോ സമ്മർ വെക്കേഷൻ ആണല്ലോ, സാധാരണ സ്കൂളുകളിലും അല്ലെങ്കിൽ ഗ്രൗണ്ടുകളിലൊക്കെ എന്താണ് ഫുട്ബോൾ, വോളിബോൾ കോച്ചിങ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. ഏർലി മോർണിംഗും അതുപോലെ തന്നെ ഈവനിങ്ങും ആയിട്ടാണ് നടക്കുന്നത്. ആ ഒരു അതായത് സൂര്യപ്രകാശം കൊള്ളുന്നതിനൊരു കണക്കുണ്ട് കേട്ടോ. അതിരാവിലെയുള്ള സൺലൈറ്റും അതുപോലെ തന്നെ വൈകുന്നേരമുള്ള സൺലൈറ്റ് ആണ് എന്ത് കൊള്ളുന്നത്, ആ ഒരു സൺലൈറ്റിനാണ് എന്തുള്ളത്, വൈറ്റമിൻ ഡി ധാരാളമായിട്ടുള്ളത്. അല്ലാണ്ട് ഒരു വെയിലത്തെ സൺലൈറ്റിനല്ല കേട്ടോ. സൂര്യപ്രകാശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൺലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യുന്നത് ഏർലി മോർണിംഗും അതുപോലെ തന്നെ വൈകുന്നേരവുമാണ്. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യണം, കുട്ടികളെ കളിക്കാനായിട്ട് വിടണം. അപ്പൊ ആവശ്യത്തിന് എന്ത് ചെയ്തിട്ട് അവർക്ക് സൺലൈറ്റ് കിട്ടിക്കോളും. അതുപോലെ തന്നെ കാൽസ്യം അടങ്ങിയിട്ടുള്ള കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഒരു ഫിഷ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ അവിടെ അങ്ങനെയാണ് പറയുന്നത് എനിക്കറിയില്ല. ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയുന്നത് എന്ത്, നന്ദൻ എന്ന് പറയും. നിങ്ങളുടെ അവിടെ എങ്ങനെയാണോ പറയുന്നത് ആ ഫിഷിന്റെ പേര്? നന്ദൻ ആണോ? കാൽസ്യം റിച്ച് ആയിട്ടുള്ള, കേട്ടിട്ടില്ലേ നിങ്ങള്? കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഇവിടെ നന്ദൻ തന്നെയാണോ പറയുന്നത്? പറയുന്നുണ്ട്, നന്ദനുണ്ട് പറയുന്നുണ്ട് അല്ലെ. ആ ഒരു കാരണം അത് കുറച്ച് നമുക്ക് കട്ട് ചെയ്യാനൊക്കെ പാടാം. കാരണം ചെറുതുമാണ്. പിന്നെ എന്താ അതിന്റെ ആ ഒരു സംഭവം ചെതമ്പൽ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ കളഞ്ഞിട്ട് മുള്ളൊക്കെ വെട്ടി എടുത്തിട്ട് വേണം നമ്മള് ആ ഒരു സംഭവം കറി വെച്ചൊക്കെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. കുറച്ച് പാടാണ്, പക്ഷെ എന്താണ് കാൽസ്യം റിച്ച് ആണെന്നാണ് പറയുന്നത് കേട്ടോ ആ മീനൊക്കെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ മീനുകളും കാര്യങ്ങളൊക്കെ കറി വെച്ച് എന്ത് ചെയ്യണം, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അതുപോലെ തന്നെ ഫോസ്ഫറസ്, അയഡിൻ ആൻഡ് അയേൺ, ഇങ്ങനെയുള്ള അതായത് ഈ അയഡിനും അയേണും
ഫോസ്ഫറസ് ഉള്ള ആ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ എന്ത് ചെയ്യണം, ധാരാളമായിട്ട് നമ്മൾ കൊടുക്കണം. ഉണക്കമുന്തിരി എന്നൊക്കെ പറയുന്നത് എന്താണ്, ധാരാളം അയൺ കണ്ടന്റ് ഉള്ള അങ്ങനെയുള്ള എന്താ പറയാ ഇതാണ് ഈ ഒരു ഉണക്കമുന്തിരി എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അയഡിൻ അല്ലെ. അയഡിന്റെ അളവ് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കുട്ടികളുടെ ഫുഡില് ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ അവരുടെ കാലറി ഇത് വരുന്നത്, ഒരു ദിവസത്തെ കലോറി വരുന്നത് എത്രയെന്ന് വെച്ചാല് 1690 കലോറീസ് ആണ് ഒരു ഡേ ഒരു കുട്ടിക്ക് വേണ്ടത് കേട്ടോ. അവരുടെ ബോഡിക്ക് 1690 കലോറി വേണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, കുഞ്ഞുങ്ങൾക്ക് രാവിലെ, അതായത് ഒരു ഫുഡ് പ്ലാൻ അവർക്ക് വേണ്ടി ഉണ്ടാക്കണം. രാവിലെ എന്താ പറയാ, ഇപ്പൊ പുട്ടാണ് ഉണ്ടാക്കുന്നെങ്കിൽ അതിന്റെ കൂടെ എന്ത് ചെയ്യുക, പയറ് വർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുക. ഓക്കെ, ഇപ്പൊ ചെറുപയർ കറിയോ കടലക്കറിയോ പരിപ്പ് കറിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. ഓക്കെ, ഇനി ഒരു എന്താ പറയാ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഒരു ബുക്ക് വിശക്കുമല്ല, ആ വിശക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, വീട്ടിലുള്ള ഭക്ഷണങ്ങൾ തന്നെ നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഇപ്പൊ മുട്ടയൊക്കെ പുഴുങ്ങി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. മുട്ടയുടെ വെള്ള എന്നൊക്കെ പറയുന്നത് എന്താണ്, ധാരാളം പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട് കേട്ടോ. എഗ്ഗിന്റെ ആ വൈറ്റ് ഭാഗം, മഞ്ഞ കളറല്ല, വൈറ്റ് ഭാഗത്തില് ധാരാളം പ്രോട്ടീൻ ആണ്. അപ്പൊ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളതാണ് എഗ്ഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പുഴുങ്ങി കൊടുക്കാം. അല്ലെങ്കിൽ എന്താ പറയാ, ഈ ഏത്തപ്പഴം ഉണ്ടല്ലോ, നേന്ത്രപ്പഴം, അതൊക്കെ പുഴുങ്ങി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. പിന്നെ ഉച്ച സമയമാകുമ്പോ എന്താണ്, കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കാം. ചോറിന്റെ കൂടെ ഫിഷ് കറി കൊടുക്കാം. അതുപോലെ തന്നെ ഫിഷ് ഫ്രൈ കൊടുക്കേണ്ടെന്നല്ല പറയുന്നത്, അധികം ഓയിലിൽ വറക്കാതെ എന്ത് ചെയ്യണം, നമ്മള് ഷാലോ ഫ്രൈ ആയിട്ട് ഫിഷ് ഫ്രൈ കൊച്ചിന് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം, നമ്മള് ഇലക്കറികൾ തോരൻ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെന്തെങ്കിലും ഇതായിട്ടോ കറിയായിട്ടോ വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നോക്കണം. ഇനി ഇങ്ങനെ ഇലക്കറികളും മറ്റും കൂട്ടാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ എന്താ ചെയ്യണ്ടേ, ഈ കറിയിലൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. ഇപ്പൊ മീൻകറിയൊക്കെ വെക്കുമ്പോ, അല്ലെങ്കിൽ മീൻകറി വെക്കുമ്പോ അല്ല, മീൻകറി അവർക്ക് എടുക്കുമ്പോൾ അതിനകത്ത് എന്ത് ചെയ്യാ, ഇപ്പോ ഞാനൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ. അതായത് ഇപ്പൊ ചീരയൊക്കെ ഇളക്കി കഴിഞ്ഞാല് അത് മിക്സിയിലിട്ട് അടിച്ചിട്ട് ചാറാക്കി മീൻകറിയിൽ ഒഴിക്കും. എന്നിട്ടാണ് മോന് കൊടുക്കുന്നത്. അവൻ വെജിറ്റബിൾസ് ഒന്നും തന്നെ കഴിക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ വൈകുന്നേര സമയം ആവുമ്പോൾ ബേക്കറി പലഹാരങ്ങളിലേക്കും അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സിലോട്ടൊന്നും പോവാതെ തന്നെ എന്താണ്, നമുക്ക് വീട്ടിൽ എന്തുണ്ടാക്കണം, നമ്മുടേതായ രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് ഉണ്ടാക്കണം. അതായത് ഇപ്പോ അവലുണ്ടെങ്കിൽ ശർക്കര തേങ്ങയും കൂടി നനച്ചിട്ട് എന്ത് ചെയ്യണം, അത് നമ്മള് കുട്ടിക്ക് കൊടുക്കാൻ നോക്കണം. അതുപോലെ തന്നെ അട, കൊഴുക്കട്ട അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് നമ്മൾ ആഡ് ചെയ്യണം. ഇനി അത് കഴിക്കാത്ത, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ, ഈ വൈകുന്നേരത്തെ ഈ സ്നാക്സ്, വീട്ടിൽ ഉണ്ടാക്കുന്ന സ്നാക്സ് കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ, നമ്മൾ രാവിലെ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്, ഇപ്പൊ പുട്ടാണെങ്കിൽ ആ പുട്ട് എന്ത് ചെയ്യണം, പുട്ട് പൊടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട്, ഇപ്പൊ മുട്ടയോ അല്ലെങ്കിൽ ക്യാരറ്റോ അങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, നമ്മളത് പൊടിച്ച് എന്ത് ചെയ്യണം, ഒരു ഫ്രൈഡ് റൈസ് പോലെ അല്ലെങ്കിൽ ആ ഒരു രൂപത്തിൽ നമ്മൾ ആക്കിയിട്ട് കൊടുത്താല് കുഞ്ഞുങ്ങളത് വൈകുന്നേരം ചായയോടൊപ്പം കഴിച്ചോളൂ. ഇനി വൈകുന്നേരത്തെ ഡിന്നർ ടൈമിലേക്ക് വരികയാണെങ്കിൽ കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് നേരത്തെ തന്നെ ഭക്ഷണം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം വൈകി ഒരിക്കലും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കരുത്. ഒരു 8 മണിക്കുള്ളില് കുട്ടിക്ക് ഭക്ഷണം കൊടുത്ത് ഫിനിഷ് ചെയ്ത് കുഞ്ഞിനെ ഉറങ്ങാനായിട്ട് വിടുക. ഓക്കെ, ഇനി വൈകുന്നേരം കൊടുക്കുന്ന ഫുഡ് എന്ന് പറയുന്നത്, ചില കുട്ടികൾ ചോറ് തന്നെയായിരിക്കും കഴിക്കുന്നത്. ചോറ് വേണ്ട എന്നല്ല പറയുന്നത്, ചോറിന്റെ അളവ് കൂടുതലായിട്ട് കൊടുക്കാതിരിക്കുക രാത്രി സമയങ്ങളിൽ കേട്ടോ. ഓക്കെ, ഇനി ചപ്പാത്തി കഴിക്കുന്നവരുണ്ടാകും, അല്ലെങ്കിൽ എന്താണ് ഉപ്പുമാവ് കഴിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയാ ഗോതമ്പിന്റെ പുട്ട് കഴിക്കുന്നവരുണ്ടാവും, ഓട്സ് കഴിക്കുന്നവരുണ്ടാവും. എനിക്കറിയില്ല കുഞ്ഞുങ്ങൾ ഓട്സ് ഒക്കെ കഴിക്കുമെന്ന് എനിക്കറിയില്ല രാത്രി, എന്നാലും ഞാൻ പറയാണ്. അതുപോലെ തന്നെ റാഗിയുടെ പുട്ട് അങ്ങനെ കഴിക്കുന്നവരൊക്കെ ഉണ്ടാകാം. അപ്പൊ അതിനകത്ത് നമ്മൾക്ക് കൂടുതലായിട്ട് ന്യൂട്രീഷ്യസ് കണ്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്ത് നമ്മൾ കുറെ കൂടി വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം. ഓക്കെ, ഇപ്പോ കുട്ടി പുട്ടിന്റെ കൂടെ ചിക്കൻ കറിയോ മീൻ കറിയോ മാത്രമാണ് കഴിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അതിനകത്ത് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ റാഗിയുടെ പുട്ട് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സാധാരണ അരിപ്പുട്ടിന്റെ ഒക്കെ കൂടെ ആണെങ്കിൽ നമുക്ക് ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ചെറുതായിട്ട് എന്ത് ചെയ്യണം, ചോപ്പ് ചെയ്തിട്ട് അത് നമ്മള് ഈ ഒരു ഈ പുട്ടിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, പൊടി ഉണ്ടല്ലോ, അതിനകത്ത് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മള് റെഡിയാക്കി കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി അറിയില്ല. ഓക്കെ, അപ്പൊ അത് മീൻകറിയുടെ കൂടെയാണ് ഫിഷ് കറിയുടെ കൂടെയാണ് കുട്ടിക്ക് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു സംഭവം, അതായത് ഈ ഒരു രുചി വ്യത്യാസം കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട്
സാധിക്കില്ല. ഓക്കെ, 8 മണിക്കുള്ളിൽ കുട്ടിക്ക് ഇത് കൊടുത്തു കഴിഞ്ഞു. ഇനി കുറച്ചു നേരം കഴിഞ്ഞ് കുട്ടി വിശക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്ലാസ് പാല് കുട്ടിക്ക് കൊടുക്കുക കേട്ടോ. നല്ലൊരു ഉറക്കം കിട്ടുന്ന ഒരു ഗ്ലാസ് പാല് രാത്രി കുടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റും. അതിപ്പോ വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും. ഓക്കെ, ഇപ്പൊ വലിയവര് നമ്മളെ പോലുള്ള ആളുകളൊക്കെ ആണെങ്കിലും ചിലപ്പോ എന്താ പഞ്ചസാരയൊക്കെ ഇട്ട് പാല് കുടിക്കാൻ, അതായത് കൂടുതലായിട്ട് മധുരമാണല്ലോ അകത്തേ വരുന്നത്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാം, പാല് തിളപ്പിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗ്രാമ്പൂ, കുറച്ച് പട്ട, ഒരു ഏലക്ക, അതായത് ഓരോ കഷ്ണം വീതം ഇട്ടിട്ട് അത് തിളപ്പിച്ചിട്ട് മധുരം ഇല്ലാതെ എന്ത് ചെയ്യണം, അത് നമ്മള് കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് നന്നായിട്ട് ഉറക്കം കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, അതായത് ഞാൻ പറയുന്നത് എന്റേതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള എന്ത് തന്നെ ആയാലും എന്ത് ചെയ്യുക, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കണ്ടന്റ് കുട്ടിയുടെ ബോഡിയിൽ എത്തിയാൽ മതി. അതെങ്ങനെയാണെന്നൊന്നും അറിയില്ല, നിങ്ങളുടെ കുട്ടി എങ്ങനെയാണോ കഴിക്കുന്നത് അതനുസരിച്ച് എന്ത് ചെയ്യണം, നിങ്ങൾ അത് ചെയ്യാനായിട്ട് നോക്കണം. കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണം നമ്മള് ഫുഡ്സ് കൂടുതലും ഉണ്ടാക്കാനായിട്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? എന്തെങ്കിലും പൊടിക്കൈകളോ മറ്റോ ചെയ്യാറുണ്ടോ? കുട്ടി കൊടുക്കുന്നില്ലെങ്കിൽ ഫുഡ് കുട്ടി ഇങ്ങനെ, അതായത് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് കുട്ടി ഫുഡ് കഴിക്കുന്നില്ലെന്ന് വിചാരിക്കുക, എന്തെങ്കിലും ഇങ്ങനെയുള്ള ഐഡിയകൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ നിങ്ങള്? ആരും ഒന്നും ചെയ്യാറില്ല. ഉണ്ടോ? സ്മൃതി ചെയ്യാറുണ്ടോ? എന്താ ചെയ്യുന്നേ? ചോറൊന്നും അങ്ങനെ നേരിട്ട് ചിലപ്പോ കറിയൊന്നും ഒഴിച്ചാൽ കഴിക്കില്ല. അപ്പം എണ്ണയില് ഒന്നെങ്കിൽ ചെറിയ ഉള്ളി വെളുത്തുള്ളി അങ്ങനെ മൂപ്പിച്ച് കൊടുക്കും, ചോറും കൂടെ ആഡ് ചെയ്തിട്ട് ചൂടാക്കി കൊടുക്കും. അല്ലെങ്കിൽ ക്യാരറ്റോ ബീൻസ് ഒക്കെ ഇട്ട് നമ്മള് വെജിറ്റബിൾ ബിരിയാണി ഒക്കെ വെക്കുന്ന അത് ചോറിൽ അങ്ങനെ ചെയ്തിട്ട് കൊടുക്കും. അപ്പൊ അവള് കഴിക്കും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മള് അതിന്റെ കൂടെ എന്ത് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, പുട്ട്, നമ്മൾക്ക് എന്ത് സാധനം ഇപ്പൊ വൈകുന്നേരം കുട്ടി സ്നാക്സ് വേണമെന്ന് നിർബന്ധം പിടിച്ചാൽ, ഓക്കെ, ഇപ്പൊ വറുത്ത ഐറ്റംസ് ഉണ്ടല്ലോ, നമ്മുടെ കിഴങ്ങ് വറുത്തത്, കായ വറുത്തത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടല്ലോ, അതൊക്കെ വേണം. അല്ലെങ്കിൽ കടയിലുള്ള പപ്സോ സമൂസയോ കട്ട്ലേറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടി വേണമെന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, രാവിലെ എന്താണോ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയത്, ഫോർ എക്സാമ്പിൾ ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇടിയപ്പത്തിന്റെ കൂടെ എന്ത് ചെയ്യുക, നമ്മള് ഈ ഒരു ക്യാരറ്റും അതുപോലെ തന്നെ എഗ്ഗും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് എന്ത് ചെയ്യണം, ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് എന്താണ് അതിന്റെ കൂടെ ആഡ് ചെയ്ത് അതൊന്ന് മിക്സ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സോസ് അതിനകത്ത് വെച്ചിട്ട് കുട്ടിക്ക് കൊടുക്കാം. കുട്ടി അത് കഴിച്ചോളൂ കേട്ടോ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഐഡിയകൾ ചെയ്തിട്ട് വേണം നിങ്ങൾ കുട്ടിക്ക് എപ്പോഴും അവരുടെ ഉള്ളിൽ എപ്പോഴും നമ്മൾ എന്തെത്തണം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കണ്ടന്റ് എത്തിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞു ഞാൻ, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സ് നമ്മുടെ ഈ കുട്ടിയുടെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാല് പല ബെനിഫിറ്റ്സും ഉണ്ട്. അതിനകത്ത് ഒന്നാണ് ബോൺ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കേട്ടോ. അതായത് കുട്ടികളുടെ അസ്ഥി എന്ന് പറയുന്നത് ചെറുപ്രായത്തിലെയാണ് എന്ത് ചെയ്യുന്നത്, അത് സ്ട്രോങ് ആവുന്നത് കേട്ടോ. ഓക്കെ, അതായത് അതായത് നമ്മൾ വളർന്നു വലിയൊരു മനുഷ്യനായിട്ട് കാണപ്പെട്ടാല് ആ ഒരു ഇതെന്ന് പറയുന്നത്, അതായത് ആ ഒരു എല്ലുകളുടെ ശക്തി അല്ലെങ്കിൽ ആ ബോൺ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ചെറുതിലെയാണ് രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഈ ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കുട്ടിക്ക് കൊടുക്കണം. ഓക്കെ, ബെനിഫിറ്റ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ബോൺ സ്ട്രെങ്ത്, സെക്കൻഡ് വൺ ഈസ് ഹാർട്ട് ഹെൽത്ത് പ്രോബ്ലം, അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടിക്ക് ഇങ്ങനെയുള്ള ഭക്ഷണക്രമം കൊടുക്കണം കേട്ടോ, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കുട്ടിക്ക് കൊടുക്കണം. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ഫുഡ്സ് കൊടുക്കണം. ഇപ്പോ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിട്ടുള്ള ഡയബറ്റിക്സ്, അതുപോലെ കൊളസ്ട്രോള്, അതുപോലെ തന്നെ ക്യാൻസർ, അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ എന്താണ് ലൈഫ് സ്റ്റൈൽ ഡിസീസുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള രോഗങ്ങളെ വളരെ നേരത്തെ ചെറുക്കാൻ വേണ്ടിയിട്ട് ബോഡിയിൽ തന്നെ എന്ത് വേണം, അതിനുള്ള ആന്റിബോഡി വേണം അല്ലെ. അപ്പൊ അങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഫുഡ്സും കാര്യങ്ങളും ചെറുപ്പത്തിലേ തന്നെ നമ്മൾക്ക് കുട്ടിക്ക് കൊടുക്കണം. അതുപോലെ തന്നെ ഡൈജഷനെ മെച്ചപ്പെടുത്തുന്നു, നമ്മുടെ ദഹന വ്യവസ്ഥ അല്ലെ, ആ ഒരു എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, നമ്മുടെ ഡൈജഷനെ മെച്ചപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പിന്നെ പറയുന്നത്
കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളാണ്. അതായത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തായാലും നമ്മൾ കൊടുക്കേണ്ട ചില ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതിന്റെ പേരുകളാണ് പറയുന്നത്. ഒന്ന് പറയുന്നത് അമരാന്തസ് ആണ്. ഓക്കെ, അമരാന്തസ് എന്ന് പറയുന്നത് നമുക്കറിയാം ചീര ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് വൈറ്റമിൻ എ ആണ്. അയൺ കണ്ടന്റ് ധാരാളമായിട്ടുണ്ട്, ഫോസ്ഫറസ് ഉണ്ട്. അപ്പൊ എല്ലാരും കൂടി അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ അമരാന്തസ് അഥവാ ചീര എന്ന് പറയുന്നത്. അത് കുട്ടിക്ക് എന്തായാലും എന്ത് ചെയ്യണം, നിങ്ങൾ കണ്ണിന്റെ കാഴ്ചക്ക് നല്ലതാണ് അല്ലെ. വൈറ്റമിൻ എയുടെ ഇതാണ് അമരാന്തസ്. കാഴ്ചശക്തിക്ക് നല്ലതാണ്, ബുദ്ധിശക്തിക്ക് നല്ലതാണ്. അപ്പൊ അമരാന്തസ് എന്തായാലും കുട്ടിയുടെ ഫുഡിൽ നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ബീൻസ്. ഓക്കെ, ബീൻസ് എന്ന് പറയുന്നത് ഫൈബർ കണ്ടന്റ് അടങ്ങിയതാണ് കേട്ടോ. ധാരാളം നാരുകൾ അടങ്ങിയതാണ് ബീൻസ് എന്ന് പറയുന്നത്. അത് കുട്ടിക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ഓട്സ് കേട്ടോ, ഓട്സ്. ഓക്കെ, കുട്ടിക്ക് ചെറുപ്പത്തിലേ തുടങ്ങി ഇപ്പൊ ഓട്സ് അതായത് ഓട്സ് കുറുക്കിയിട്ട് ഇപ്പൊ വലിയവരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പ്രായമായവരൊക്കെ ആണെങ്കിൽ ഓട്സ് കുറുക്കിയിട്ടൊക്കെ ആയിരിക്കും കഴിക്കുക. ചിലപ്പോൾ പാലിൽ കൂട്ടുന്നവരുണ്ട്, അല്ലെങ്കിൽ വെറുതെ അത് വെള്ളത്തിൽ കുറുക്കി ജീരകവും തേങ്ങയൊക്കെ ഇട്ട് കഞ്ഞി പോലെ കഴിക്കുന്നവരുണ്ട്. ഇതല്ലാതെ കുട്ടിക്ക് അതുകൊണ്ട് എന്ത് ചെയ്യുക, പുട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പുട്ട് ഉണ്ടാക്കാം, ഇഡ്ഡലി ഉണ്ടാക്കാം, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ എന്ത് ചെയ്യാം ഈ ഓട്സിലൂടെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ഓട്സ് കൊണ്ട് പുട്ട് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ആരുമില്ല? ധന്യ? ഉണ്ടാക്കാറുണ്ട്. ഞാൻ പുട്ടുണ്ടാക്കാറുണ്ട്. പുട്ടുണ്ടാക്കാറുണ്ടോ? പുട്ട്, അട. ആ, ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഡെയിലി ഉണ്ടാക്കാറുണ്ട്. പുട്ടാണ് കൂടുതൽ ഉണ്ടാക്കണേ. പിന്നെ ചില സമയത്ത് ഇഡ്ഡലി ഉണ്ടാക്കാറുണ്ട്. ഓട്സിന്റെ ഇഡ്ഡലി, ക്യാരറ്റും അതുപോലെ തന്നെ റവയും തൈരും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇഡ്ഡലി നല്ലതാണ്, ഓട്സിന്റെ ഇഡ്ഡലി. ഓട്സ് പൊടിച്ചിട്ട് റവ മിക്സ് ചെയ്യും, തൈര്. എല്ലാരും ആയപ്പോ നിങ്ങൾ നോക്കിയേ, തൈര് എന്ന് പറയുന്നത്, കേർഡ് എന്ന് പറയുന്നത് നല്ല ബാക്ടീരിയകളെ ഗ്രോ ചെയ്യിപ്പിക്കുന്നതാണ്. ക്യാരറ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ എ ആണ്. അതുപോലെ തന്നെ റവ നല്ലതാണ്. റവ എന്ന് പറയുന്നത് കോട്ടിംഗ് ആയിട്ടാണ് അവിടെ ഇടുന്നത്. ഓട്സ് നമുക്ക് പ്ലെയിൻ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇഡ്ഡലി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് കോട്ടിംഗ് ആയിട്ടിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളത് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ബ്രൊക്കോളി കുട്ടിക്ക് കൊടുക്കാം. ബ്രൊക്കോളി നല്ലതാണ് കേട്ടോ. ബ്രൊക്കോളി വെയിറ്റ് ലോസിനൊക്കെ നല്ലതാണ് കേട്ടോ. ബ്രൊക്കോളി, അവാക്കോഡോ കൊടുക്കുക കേട്ടോ. അതൊക്കെ എന്താണ് കുട്ടിക്ക് കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പിന്നെ ഉള്ളതാണ് നമുക്ക് ആവശ്യത്തിന് കുട്ടിക്ക് മീറ്റ് കൊടുക്കാം. മീറ്റ് കൊടുക്കേണ്ടെന്നല്ല പറയുന്നത്, ആവശ്യത്തിന് മാത്രം മീറ്റ് കൊടുക്കാം. എപ്പോഴും മീറ്റും സംഭവം കൊടുക്കുന്നത് അത്ര നല്ലതല്ല. എന്നാലും എന്ത് ചെയ്യാം, മീറ്റ് കൊടുക്കുക, കുറച്ചീശെ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ എഗ്ഗ് കൊടുക്കാം കുട്ടിക്ക്. ഒരു മുട്ട പുഴുങ്ങിയത് ഡെയിലി കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ ഫിഷ് കൊടുക്കാം, ഫിഷ് കറി ആയിട്ട് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ മിൽക്ക് കൊടുക്കാം. ഒരു ഗ്ലാസ് മിൽക്ക് ഒന്നില്ലെങ്കിൽ രാത്രി കൊടുക്കാം. അല്ലെങ്കിൽ കുട്ടി എണീറ്റ് കഴിഞ്ഞ് ഏർലി മോർണിംഗ് കുട്ടി പല്ലൊക്കെ തേച്ച് വരുമല്ലോ, അപ്പൊ അങ്ങനെ തന്നെ ചൂടോടുകൂടി പാല് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിയുടെ ബുദ്ധിശക്തിക്ക് നല്ലതാണ് കേട്ടോ. ഏർലി മോർണിംഗ് കുട്ടിക്ക് മിൽക്ക് കൊടുക്കുന്നത് ബുദ്ധിശക്തിക്ക് നല്ലതാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ക്യാബേജ് നമുക്ക് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയാ, അമരാന്തസിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരാഗ്രാഫ് ആരാ വായിക്കാം? നെക്സ്റ്റ് പാരാഗ്രാഫ് രാജി വായിക്കോ? രാജി? ആരാ കൈ പൊക്കുന്നേ? അലീന വായിക്കോ? നോക്കാം മിസ്സേ. വായിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. എന്നാലും വായിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറ കേട്ടോ. Okay. The preschooler's diet should contain sufficient cereals, pulses, and a variety of vegetables. The vegetables can be either green leafy vegetables like spinach, beans, etc., or yellow and orange vegetables such as carrots, pumpkins, etc. Citrus fruits like musambi, orange, gooseberry, and yellow fruits such as papaya, guava, and mango should be included. Milk should also be given in good amounts, although overemphasis should be avoided. If a child does not
take milk. Alternate milk preparation like curd, paneer, custard, kheer, pudding can be used. Egg, meat and fish should be included in case of non-vegetarians. ഇപ്പം ഇതിനകത്ത് പറയുന്ന പ്രീ സ്കൂളേഴ്സിന്റെ കാര്യമാണ്. ആ ഇപ്പോൾ നമുക്കറിയാം അംഗനവാടികളിലായാലും മറ്റും ഈ കുട്ടികൾക്ക് കറക്റ്റായിട്ടുള്ള ഫുഡ് കിട്ടേണ്ട രീതിയിൽ അവർ തന്നെ അക്ഷയപാത്രം പോലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മുമ്പൊക്കെ നമ്മൾ തന്നെ അതിനകത്ത് എല്ലാവരും പേരൻസ് ഓരോ ദിവസം ഓരോ കുട്ടി വെച്ചിട്ട് വെജിറ്റബിൾസ് ഒക്കെ കൊണ്ട് കൊടുക്കണമായിരുന്നു. അപ്പോൾ അവർ തന്നെ വീട്ടിൽ നിന്ന് കഴിച്ചില്ലെങ്കിൽ പോലും അവരായി അവിടെ പ്രിപ്പയർ ചെയ്ത് കുട്ടികളിൽ അവരെ അത് കഴിപ്പിക്കുമായിരുന്നു. ഓരോ ദിവസം ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം അവിടെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, അവർക്കത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസം ഓരോ വെജിറ്റബിൾ വെച്ചിട്ടുള്ള തോരൻ, മെഴുക്ക് പുരട്ടി, അവിയൽ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അംഗനവാടികളിൽ തന്നെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. എൻ്റെ മോളിപ്പോൾ അംഗനവാടിയിലായി, ഇപ്പോൾ സ്കൂളിലോട്ട് ചേർത്തേ ഉള്ളൂ അടുത്ത വർഷം മുതലാവാൻ. അപ്പോൾ അവിടെ കൊടുക്കുന്നുള്ളത് നമുക്കറിയാം. പോരാത്തതിന് അവിടെ നിന്ന് തന്നെ പാല്, ആഴ്ചയിൽ ഒരു ദിവസം മുട്ട, അങ്ങനെയും കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ കൊച്ചു കുട്ടികൾക്കുള്ള ഭക്ഷണക്രമത്തെ പറ്റിയാണ് ഇതിനകത്ത് പറയുന്നത്. അവർക്ക് ഈ സമയത്ത് ആവശ്യമായിട്ട് വേണ്ടുന്നത് ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ ആണ് അവർക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്നത്. അവർ ഏറ്റവും കൂടുതൽ കഴിക്കാൻ മടി കാണിക്കുന്നതും അതിനകത്തായിരിക്കും. പക്ഷേ നമ്മളത് ഏതെങ്കിലും രീതിയിൽ അവരെ കഴിപ്പിച്ചിരിക്കണം. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ കൂടുതലായും ലീഫി വെജിറ്റബിൾസ് എന്ന് വെച്ചാൽ ചീര, ബീൻസ് അങ്ങനെയുള്ളതും, പിന്നെ യെല്ലോ ഓറഞ്ച് വെജിറ്റബിൾസ് എന്നറിയപ്പെടുന്ന ക്യാരറ്റ്, പംകിൻ, മത്തങ്ങ എന്നിവയും, പിന്നെ സിട്രസ് ഫ്രൂട്ട്സ് ആയിട്ടുള്ള മുസംബി, ഓറഞ്ച്, ഗൂസ്ബെറി ആൻഡ് യെല്ലോ ഫ്രൂട്ട്സ് ആയിട്ടുള്ള പപ്പായ, പേരയ്ക്ക, മാങ്ങ അങ്ങനെയുള്ളവയും പ്രധാനമായും ഉൾപ്പെടുത്തണം. പിന്നെ പാല് തന്നെയാണ് ഏറ്റവും ആവശ്യമായ ഘടകം. അത് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. അവരുടെ ബോൺ സ്ട്രെങ്തിനായാലും മറ്റ് കാൽസ്യം എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും പാല് തന്നെയാണ് മുഖ്യമായും വേണ്ടത്. അവരത് കഴിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ പോലും മറ്റ് രീതിയിലുള്ള ഡയറി പ്രൊഡക്ട്സ് ആയിട്ടുള്ള കേർഡ്, പനീർ, കസ്റ്റാർഡ്, അങ്ങനെ പുഡിങ്ങും ഒക്കെ ആക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് അവരെ കൊണ്ട് കഴിപ്പിക്കാം. പിന്നെ പ്രധാനമായിട്ടും നമുക്ക് മീറ്റ്, ഈ പറഞ്ഞ പോലെ നമുക്ക് മസ്റ്റ് ആക്കണമെന്ന് പറയുന്നില്ല, എന്നാലും മീറ്റും വേണം. എഗ്ഗ്, പിന്നെ ഫിഷാണ് കൂടുതലും അത്യാവശ്യമായിട്ട് മീറ്റിനെക്കാട്ടി കൂടുതലും കഴിക്കേണ്ടതും. അത് നോൺ വെജിറ്റേറിയൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ് കേട്ടോ, നന്നായിട്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ താങ്ക് യു. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണല്ലോ അല്ലെ. ഇതിനകത്ത് എന്താണ്, ചില വെജിറ്റബിൾസിന്റെ കാര്യം എടുത്ത് പറയുന്നുണ്ട് അല്ലെ. ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് ലൈക്ക് സ്പിനാച്ച്, ബീൻസ്, യെല്ലോ ആൻഡ് ഓറഞ്ച് വെജിറ്റബിൾസ് such as carrots, pumpkin, etc. Citrus fruits like musambi, orange, gooseberry, and yellow fruits such as papaya, guava, and mango should included. Okay. ഒരു സെക്കൻഡ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മിൽക്ക് നമ്മള് എല്ലാ ദിവസവും കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നമ്മള് ശ്രദ്ധിക്കുക. പിന്നെ മിൽക്ക്, അതായത് ഇപ്പൊ നോൺ വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിൽ, ഇപ്പൊ മിൽക്ക് കുടിക്കാത്ത കുട്ടിയൊക്കെ ആണെങ്കിൽ എന്താണ്, മിൽക്കിന് പകരം നമുക്ക് കേർഡ് കൊടുക്കാം, പനീർ കൊടുക്കാം, കസ്റ്റാർഡ് കൊടുക്കാം. അപ്പൊ കേർഡൊക്കെ എന്താണ് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ റെഡിയാക്കി കൊടുക്കുക കേട്ടോ. പനീറൊക്കെ ആണെങ്കിൽ പനീർ മസാലയൊക്കെ ആയിട്ട് അവർക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഖീറായിട്ടും അങ്ങനെ എന്താണ് പുഡിംഗ് ആയിട്ടൊക്കെ എന്താണ് നമുക്ക് കുട്ടികൾക്ക് ഇത് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ എന്താ പറയുന്നേ, എഗ്ഗ്, അതായത് എഗ്ഗ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് കൊടുക്കണം. ഫിഷ് ഐറ്റംസ് ഒക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. മീറ്റ് എന്താ പറയാ, മസ്റ്റ് അല്ല എന്നാണ് പറയുന്നത്, എന്നാലും നമുക്ക് മീറ്റ് കൊടുക്കാം, വല്ലപ്പോഴൊക്കെ കൊടുക്കാം. അതിപ്പോ നമ്മൾ ഡെയിലി പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ കൊടുക്കുന്ന പോലെ കൊടുക്കാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ,
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഈ നെക്സ്റ്റ് ആരാ? സ്മൃതി ഒന്ന് വായിക്കും കേട്ടോ. എ വെൽ ബാലൻസ്ഡ് ഡയറ്റ്. സ്മൃതി ഇല്ലേ? സ്ഥലത്തില്ലേ? മാം ഞാൻ വായിച്ചു. മാം വായിക്കാം. ആര് വായിക്കും? രമ്യ. എന്തായാലും കുഴപ്പമില്ല, ആരായാലും കുഴപ്പമില്ല. എന്നാ വായിച്ചോ, രമ്യ വായിച്ചോ കേട്ടോ. A well-balanced diet distributed in 5 or 6 small frequent meals is recommended. Using a variety of arrangements help in meeting the nutritional needs easily as well as in developing a taste in the preschooler. Teachers can help parents by telling some instructions for useful food stuffs like fajitas with vegetables, mixed vegetables, rice, fruits, cream, stewed fruit, foods containing vegetables such as carrot halwa, fruit vegetables mix, lassi, milkshakes, etc. Process such as germination, sprouting of whole pulses helps in increasing the nutritive value of food items under dinners. The food chosen would develop upon the disease, but an effort should be made to provide easily digestible, highly nutritious, small common meals during health. Never strive a child during illness. Medical and dietary advice should be strictly adhered to. പറഞ്ഞോളൂ. ഇത് കുട്ടികൾക്ക് എന്താണ് കൊടുക്കേണ്ട പ്രീ സ്കൂളില് കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റിലൊക്കെ കൊടുക്കാൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിട്ടു. പിന്നെ പാരന്റ്സിനോട് പറയുക എന്തൊക്കെയാ ഫുഡ് കൊടുക്കേണ്ട, എങ്ങനെയൊക്കെയാണ് മക്കൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട രീതികളൊക്കെ പറഞ്ഞു കൊടുക്കാനും. മോൻ വന്നു അതാട്ടോ. സാറില്ല, കുഴപ്പമില്ല. അതേ ടേസ്റ്റിൽ ഇങ്ങനെ ക്യാരറ്റ് ഹൽവ, അങ്ങനത്തെ ഫ്രൂട്ട്സ്, അങ്ങനത്തെ മിൽക്ക് ഷേക്സ്, അങ്ങനത്തെ ഒക്കെ കുട്ടികൾക്ക് എങ്ങനെയാ കഴിക്കാൻ പറ്റുന്ന ആ രീതിയിൽ ഇതാക്കി കൊടുക്കാനും. പിന്നെ ഡൈജസ്റ്റബിൾ ആവുന്നതും ഒക്കെ അങ്ങനെ ആയിട്ടൊക്കെ കുട്ടികൾക്ക് എങ്ങനെയാ പറ്റുന്ന അതേ രീതിയിൽ കൊടുത്തിട്ട് അവരെ ഹെൽത്ത് നോക്കാനാണ് ഇതിൽ പറയുന്നത്. ശരിയാണ് കേട്ടോ. അതായത് ഇവിടെ പറയുന്നുണ്ട് അല്ലെ, അതായത് 5 or 6 സ്മോൾ ഫ്രീക്വന്റ് എടുത്തിട്ട്, അതായത് ഇടവേളകൾ എടുത്തിട്ട് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് നോക്കുക. ഓക്കെ. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ഭക്ഷണം കൊടുക്കാതെ 5 or 6 ഇന്റർവെൽസിനിടയിലായിട്ട് എന്ത് ചെയ്യണം, നമ്മള് കുട്ടിക്ക് ഫുഡ് കൊടുക്കാൻ നോക്കണം. അങ്ങനെ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ അത് ഒരു എന്താ പറയാ, നല്ലൊരു ന്യൂട്രീഷ്യസ് ഫുഡായിട്ട് വേണം നമ്മൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് പ്രീ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ, പ്രീ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കായാലും അവരുടെ പാരന്റ്സിനായാലും എന്താണ്, അവരോട് നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ പറയണം. ഓക്കെ. നിങ്ങളുടെ അടുത്ത് കുട്ടികൾ പഠിക്കാൻ വരുമല്ലോ, അപ്പൊ എന്താണ്, നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അച്ഛനമ്മമാരോട് എന്ത് പറഞ്ഞു കൊടുക്കണം, കുട്ടികൾക്ക് 5 or 6 ഇടവേളകളിലായിട്ടാണ് എന്ത് കൊടുക്കണ്ടേ, ഭക്ഷണം നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ ഭക്ഷണം നമ്മൾ കൊടുക്കുമ്പോൾ അത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡായിട്ടാണ് നമ്മളത് കൊടുക്കേണ്ടത്. ഇനി ചില ഇൻസ്ട്രക്ഷൻസ് അവർ പറയുന്നുണ്ട്. ചില കുട്ടികൾ എന്ത് ചെയ്യില്ല, ഡയറക്റ്റ് ആയിട്ട് ഫുഡ്സ് ഒന്നും കഴിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സിൽ എന്ത് ചെയ്യണം, ചില ഐഡിയകളൊക്കെ ഇതാക്കിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് കൊടുക്കണം. അവിടെ പറയുന്നുണ്ട് ഫുഡ് സ്റ്റഫ്സ് ലൈക്ക് പറാത്താസ്. അതായത് ഇപ്പൊ നമ്മൾ ചപ്പാത്തിയുടെ റോളൊക്കെ ഉണ്ടാക്കുമല്ലോ, ചപ്പാത്തിയുടെ റോൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ ചിക്കൻ ആണ് അതിന്റെ ഉള്ളിൽ നിന്നായിരിക്കും കുഞ്ഞു വിചാരിക്കുക. ചിക്കനിൽ എന്ത് ചെയ്യണം, നമ്മള് ക്യാരറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇലക്കറികളൊക്കെ എന്താണ് ചെറുതായിട്ടായിരിക്കും എന്ത് ചെയ്യണം, നമ്മള് മിക്സ് ചെയ്തിട്ട് കുട്ടിക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വെജിറ്റബിൾസ് അവരുടെ ഉള്ളിലെത്താൻ വേണ്ടിയിട്ട് വെജിറ്റബിൾ റൈസ് അല്ലെ, വെജിറ്റബിൾ റൈസ് ആയിട്ട്, മിക്സഡ് വെജിറ്റബിൾ റൈസ് ആയിട്ട് കുട്ടിക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഫ്രൂട്ട് ക്രീം ആയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഫ്രൂട്ട്സ് ചിലപ്പോൾ കഴിക്കാത്ത പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ക്രീം ഒക്കെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് അവര് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് ഫുഡ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്താ പറയുന്നത്, സ്റ്റീവ്ഡ് ഫ്രൂട്ട്, സ്വീറ്റ്സ് കണ്ടെയ്നിങ് വെജിറ്റബിൾസ് സച്ച് ആസ് ക്യാരറ്റ് ഹൽവ. ഓക്കെ. ക്യാരറ്റ് ഹൽവ, ക്യാരറ്റ് എന്ന് പറയുന്നത് കുട്ടികൾ ചിലപ്പോ റോ ആയിട്ട് കഴിക്കാനായിട്ട് മടിക്കും. അപ്പൊ എന്ത് ചെയ്യണം അവർക്ക്, അതായത് ക്യാരറ്റ് ഹൽവ എന്നൊക്കെ പറഞ്ഞാൽ അധികം വേവില്ലല്ലോ.
ഒരു മീഡിയം ലെവലിലല്ലേ അതിന്റെ ഒരു ഇത് വരിക. അധികം വേവിച്ച ഭക്ഷണമാണെങ്കിൽ ന്യൂട്രീഷ്യസ് കണ്ടന്റ് അതിനകത്ത് കുറയുള്ളൂ കേട്ടോ. ബോയിൽ അധികം ചെയ്തെടുത്താൽ അതിന്റെ കണ്ടന്റ് നഷ്ടപ്പെടുള്ളൂ ചൂടാക്കുമ്പോൾ. അപ്പൊ ഈ ഹൽവ എന്നൊക്കെ പറയാം എങ്ങനെയാ, പകുതിക്ക് വെച്ചിട്ട് ചെയ്യാനുള്ളൂ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ക്യാരറ്റ് ഹൽവയുടെ രൂപത്തിൽ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് കൊടുക്കുക. ഹൽവ ആകുമ്പോൾ എന്താണ്, മധുരം ഉള്ളത് കൊണ്ട് കുട്ടികള് അത് കഴിച്ച് വാങ്ങിക്കോളും. അതുപോലെ തന്നെ ഫ്രൂട്ട് വെജിറ്റബിൾ മിക്സ്, ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. ലസ്സിയുടെ രൂപത്തില്, മിൽക്ക് ഷേക്കിന്റെ രൂപത്തിലൊക്കെ എന്താണ് കുട്ടികളുടെ ഉള്ളില് ഇതെത്തിക്കാനായിട്ട് നമ്മള് ശ്രമിക്കണം. ഓക്കെ. അതുപോലെ ഇവിടെ പറയുന്നത് നമുക്ക് എന്താ പറയാ, കൂടുതൽ അതായത് ന്യൂട്രീഷ്യസ് കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷനും എന്താണ് ഈസി ആയിട്ട് നടക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാരാഗ്രാഫിൽ പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആണോ? രാഖി ക്ലിയർ ആണ് അല്ലേ? ഓക്കെ. ഇനി അതർ ഫുഡ് ഹാബിറ്റ്സ് എന്ന് വായിച്ചേ. ആരാ വായിക്ക? രാഖി വായിക്ക കേട്ടോ. അതർ ഫുഡ് ഹാബിറ്റ്സ്. Other food habits. It is better to avoid strong flavors and too many spices. Too hot and too cold food should also be avoided. Food should be prepared depending upon the dislikes of the child. The child should never be forced to eat. In order to develop taste, less likable foods can be offered when the child is very hungry, followed by more likable foods. By this age, children are able to feed themselves independently, and this should be aided. Their care should be taken to see that meal times are calm. It is better to serve nutritious snacks in between meals, but children should not be allowed to highlight snacks instead of meals. Junk foods and too many sweet food should also not be preferred. At the same time, food should not be used as a source of benefit or punishment. Concern should be taken that the child does not skip breakfast. Children usually enjoy food when all family members, many children in their center, eat together. Variety in type, preparation. ഇങ്ങനെ ലെഫ്റ്റ് ആവുന്നത് ഇവിടെ എഴുതി കാണിച്ചോണ്ടിരിക്കും. അപ്പൊ എനിക്ക് വായിക്കുന്ന അതിന്റെ അവിടെ വരുന്നത് ആൾക്കാര് ലെഫ്റ്റ്, അതുകൊണ്ടാ. വെറൈറ്റി ഇൻ ടൈപ്പ്, പ്രിപ്പറേഷൻ, കളർ, സ്ട്രക്ചർ ആൻഡ് ഷേപ്പ് ഓഫ് ഫുഡ് ഓൾസോ മേക്ക് ദം ഫീൽ ഹാപ്പി. വാഷിംഗ് ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ് ആൻഡ് ക്ലീനിങ് of teeth after feed can be aided. Children can also be encouraged to share food and not to spill and waste food. കഴിഞ്ഞോ? ഓക്കെ. എന്താ പറയുന്നത് രാഖി അതിനകത്ത്? ഇതിനകത്ത് പറയുന്നത് ഫുഡ് ഒത്തിരി എരിവുള്ളതും ഫ്ലേവേർഡ് കൂടുതലായിട്ടുള്ള ഫുഡ് കൊടുക്കരുത്. പിന്നെ തണുത്തതും അങ്ങനെ ചൂടുള്ളതായിട്ട് ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യണം. ചൈൽഡ് കുട്ടികളെ നിർബന്ധിക്കരുത്, ഫുഡ് ഫോഴ്സ് ചെയ്യരുത് കഴിക്കാൻ വേണ്ടിയിട്ട്, ഫോഴ്സ് ചെയ്യരുത് എന്ന് പറയുന്നത്. പിന്നെ ഇഷ്ടമില്ലാത്ത ഫുഡ് ഒത്തിരി വിശക്കുമ്പോഴത്തേനും അവർക്ക് കൊടുക്കണമെന്ന്. ഇഷ്ടമില്ലാത്ത ഫുഡ് വിശക്കുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമില്ലാത്ത ഫുഡ് കൂടുതൽ കൊടുക്കണം. അവരെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട്, സ്വന്തമായിട്ട് ഫുഡ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കണം. സ്നാക്സും മീൽസും ഒക്കെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, സ്നാക്സും മീൽസും ഒക്കെ അവർക്ക് സെർവ് ചെയ്യണം. ജങ്ക് ഫുഡും
പിന്നെ ഒത്തിരി മധുരമുള്ള ഫുഡൊന്നും പ്രിഫർ ചെയ്യരുത്. പിന്നെ ഫുഡ് കഴിക്കുമ്പോഴത്തേനെന്നാ പണിഷ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ആയിട്ടോ ഫുഡ് കൊടുക്കാൻ, അങ്ങനെ ഒരിക്കലും ഫുഡ് കുട്ടികൾക്ക് കൊടുക്കരുത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടോ എന്ന് നമ്മൾ കൺസേൺ ചെയ്യണം. രാവിലെ ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ടും അത് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോ ഇതിനകത്ത് പറയുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ, രാഖി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് കുറച്ച്, അതായത് ഞാൻ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് ഇതിനകത്ത് പറയുന്നത് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ സ്ട്രോങ് ഫ്ലേവേഴ്സ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കൊടുക്കാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ അധികം എരിവുള്ളത് അല്ലെങ്കിൽ അധികം പുളിയുള്ളത്, പിന്നെ എന്താണ് അധികം മസാലകൾ യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള സ്പൈസസും ഫ്ലേവേഴ്സും ഒക്കെ കൂടുതലായിട്ടുള്ള ഫുഡ്സ് കുട്ടികളിൽ നിന്ന് നമ്മൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ കുട്ടിയുടെ ഇഷ്ടം അനുസരിച്ചിട്ട് വേണം നമ്മൾ ഫുഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു ഓരോ മക്കൾക്കും എന്താണ് ഓരോരോ പ്രത്യേകതയാണ് അല്ലെ, അവരുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കുള്ളൂ. അപ്പൊ ആ ടേസ്റ്റ് അനുസരിച്ചിട്ട് വേണം. ഇപ്പൊ നിങ്ങളുടെ കൂടെ ഉള്ളത് നിങ്ങളുടെ മക്കളാണ്, നിങ്ങൾക്കറിയാം അവരുടെ ഇഷ്ടം എന്താണ്, അവരുടെ ഇഷ്ടക്കേട് എന്താണെന്ന് അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി കുട്ടിയെ ഒരിക്കലും നമ്മൾ ഫോഴ്സ് ചെയ്ത് ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കരുത്. ഓക്കെ, ഒരിക്കലും ഇപ്പൊ കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നില്ല, കുഞ്ഞ് തീരെ മെലിഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യരുത്, കുട്ടിക്ക് നമ്മൾ ഫോഴ്സ് ചെയ്ത് ഭക്ഷണം കൊടുക്കാനായിട്ട് ശ്രമിക്കരുത് കേട്ടോ. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയം കുട്ടി എപ്പോഴും എന്താണ് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കണം. ഓക്കെ, അതായത് ശാന്തനായിട്ട് വേണം ഇരുന്ന് ഭക്ഷണം എൻജോയ് ചെയ്തിട്ട് വേണം ഭക്ഷണം അവൻ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഭക്ഷണം നമ്മൾ കൊടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞാണ് ഹൈ ന്യൂട്രിയൻസ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണം നമ്മൾ ഇന്റർവെല്ലുകളിലാണ് കൊടുക്കേണ്ടത്. 5 or 6 ടൈം ഇന്റർവെൽ എടുത്തിട്ട് വേണം കുട്ടിക്ക് കൊടുക്കാൻ. അതുപോലെ ജങ്ക് ഫുഡ് നമ്മൾ ഒഴിവാക്കണം. പിന്നെ വളരെയധികം സ്വീറ്റ് ആയിട്ടുള്ള ഫുഡ്സ് ഉണ്ടല്ലോ, മധുരം ധാരാളമുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കണം. ഓക്കെ, ഇതിനൊക്കെ എന്താണ്, അതായത് ചെറുപ്പത്തിലെ തന്നെ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കിയാൽ മാത്രമേ വലുതാകുമ്പോൾ അതിനോട് അവന് താല്പര്യം ഇല്ലാതിരിക്കുള്ളൂ കേട്ടോ. ചെറുപ്പത്തിൽ തന്നെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് അവൻ അറിഞ്ഞു കഴിഞ്ഞാല് വലുതാകുമ്പോൾ എന്ത് ചെയ്യും, കുട്ടി അത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുള്ളൂ. പച്ചക്കറികളോ കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്യില്ല, കുട്ടി കഴിക്കില്ല. ചെറുപ്പത്തിൽ തന്നെ ചെറുതിലെയുള്ള കുഞ്ഞുങ്ങളെ തന്നെ എപ്പോഴാണ്, അതായത് ആ ഒരു പ്രീ സ്കൂൾ ഏജ് അല്ലെങ്കിൽ അതാണ് കുഞ്ഞ് ഒരു ചോറ് തുടങ്ങിയ കുഞ്ഞിനെ നമ്മൾ ഭക്ഷണം കൊടുത്തു തുടങ്ങുള്ളൂ, ചോറ് കൊച്ച് തിന്നു തുടങ്ങുള്ളൂ. ആ സമയത്ത് തന്നെ എന്താണ് വെജിറ്റബിൾസ് ഒക്കെ എന്താണ് നമ്മള് പല രൂപേണ നമ്മള് ഇങ്ങനെ മിക്സിയിലൊക്കെ ഇട്ടിടിച്ച് അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ കുഞ്ഞുങ്ങൾക്ക്. ഇപ്പൊ 6 മാസം ആയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ് നമ്മൾ ഉടച്ചിട്ടൊക്കെ ആയിരിക്കും അല്ലെ പച്ചക്കറികളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യണം, നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ പച്ചക്കറി അതുപോലെ തന്നെ ഇലക്കറികളൊക്കെ കഴിക്കാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു, പ്രോട്ടീൻ ആണ് പയറുവർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞു അല്ലെ. ഈ പയറുവർഗ്ഗങ്ങള് നമ്മൾ മുളപ്പിച്ചിട്ട് വേണം കുഞ്ഞിന് കൊടുക്കാൻ. ഓക്കെ, അപ്പൊ അതിന്റെ ന്യൂട്രീഷ്യസ് കണ്ടന്റ് എന്ന് പറയുന്നത് AA ആവുള്ളൂ കേട്ടോ. ഓക്കെ, അതായത് സാധാരണ കടലയോ പയറോ പരിപ്പോ ആണെങ്കിൽ അതിനകത്ത് പ്രോട്ടീൻ ധാരാളമായിട്ടുണ്ട്. പക്ഷെ ഈ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങളുടെ പ്രത്യേകത അതിനകത്ത് ഫൈബർ കണ്ടന്റ് ധാരാളമായിട്ട് വരും. അതുപോലെ തന്നെ ഈ ഫോസ്ഫറസ് കണ്ടന്റ്, അയൺ കണ്ടന്റ്, അങ്ങനെയുള്ള കാര്യങ്ങള് കൂടുതലായിട്ട് എന്ത് വരും, ഈ ഒരു മുളപ്പിച്ച ധാന്യങ്ങളില് വരും കേട്ടോ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ ചില കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ മുളപ്പിച്ച ആ ഒരു ഐറ്റം എന്ത് ചെയ്യും, അങ്ങനെ തന്നെ തിന്നാറുണ്ട്. ചിലവര് തോരൻ വെച്ച് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങള് ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാറുണ്ട്. ചില കുഞ്ഞുങ്ങൾ ഇത് കഴിക്കില്ല. കടല മുളപ്പിച്ചതാണെങ്കിലോ അല്ലെങ്കിൽ ചെറുപയർ മുളപ്പിച്ചതാണെങ്കിലോ ചില കുഞ്ഞുങ്ങൾ കഴിച്ചെന്ന് വരില്ല. അപ്പൊ എന്ത് ചെയ്യും, നമ്മളിപ്പോ ചപ്പാത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊറോട്ട പ്രിഫർ ചെയ്യുന്നില്ല കേട്ടോ. ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ റോളിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ റോൾ ആക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഈ ഒരു സംഭവം ഇപ്പൊ കുക്കറിലൊക്കെയാണ് ഇടിക്കുന്നെങ്കിൽ ഒരു വിസിൽ അടിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, ഇത് വെച്ചു കൊടുക്കണം. വേണമെങ്കിൽ നമുക്ക് ഈ പയറിന്റെ മുളപ്പിച്ചതിന്റെ കൂടെ നമുക്ക് മുട്ട ആഡ് ചെയ്യാം. ഓക്കെ, ക്യാരറ്റ് ആഡ് ചെയ്യാം.
അങ്ങനെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, കുട്ടി അറിയാത്ത തരത്തിൽ കുട്ടിക്ക് കൊടുത്താലും കുട്ടി കഴിച്ചോളും. ഇനി ചില കേസിലാണെങ്കിൽ സാലഡ് രൂപേണ കഴിക്കും, അതായത് ചെറുപയർ മുളപ്പിച്ചതും അതുപോലെ തന്നെ ഈ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ നാരങ്ങ ഉണ്ടല്ലോ അത് സ്ക്വീസ് ചെയ്തിട്ട് അതും എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. കുക്കുമ്പറൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് അങ്ങനെ ചില കുഞ്ഞുങ്ങൾ കഴിക്കാറുണ്ട്. കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല. പിന്നെ ബ്രെഡിന്റെ കൂടെ ഒക്കെ എന്ത് ചെയ്യാം, നമുക്കിത് വെച്ചു കൊടുക്കാം. അങ്ങനെയും കുഞ്ഞുങ്ങൾ കഴിക്കും കേട്ടോ. അപ്പൊ പയറുവർഗ്ഗങ്ങൾ, മുളപ്പിച്ച പയറുവർഗ്ഗങ്ങളിലാണ് ധാരാളം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കണ്ടന്റ് ഉള്ളടങ്ങിയിരിക്കുന്നത്. അത് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ആഴ്ചയിൽ ഒരു 2-3 ദിവസമെങ്കിലും എന്ത് ചെയ്യുക, കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ കുഞ്ഞുങ്ങൾക്ക് രോഗം ബാധിച്ചു കഴിഞ്ഞാല്, രോഗാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യുക, അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ലഘുഭക്ഷണം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കുഞ്ഞിന്റെ രോഗം എന്താണ് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നത് കേട്ടോ. ഇപ്പൊ പനിയാണോ കുഞ്ഞിനെന്ന് വിചാരിക്കുക, ആരെങ്കിലും നമ്മൾ ചിക്കനൊക്കെ കൊടുക്കുമോ, ചിക്കനും ബീഫൊക്കെ ആരെങ്കിലും കൊടുക്കുമോ? ഒരിക്കലും ഇല്ല അല്ലെ. കുഞ്ഞിന് പനിയാണെങ്കിൽ എന്താണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് കഞ്ഞിയാണ് അല്ലെ. ആ കഞ്ഞി കുടിക്കാനായിട്ട് അല്ലെങ്കിൽ കഞ്ഞി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാണ്ട് കുഞ്ഞിന്റെ വാശിക്ക് നിൽക്കരുത് നമ്മള്. എന്താണോ രോഗം അവനുള്ളത് അതിനെ ആശ്രയിച്ചിട്ട് വേണം നമ്മള് ആ സമയത്ത് അവന്റെ ഫുഡ് നമ്മള് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഇങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ, അതായത് ലഘുഭക്ഷണം നമ്മൾ കൊടുക്കുമ്പോൾ, സിമ്പിൾ ആയിട്ടുള്ള ഫുഡ്സ് നമ്മൾ കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് ഡൈജഷൻ ആവുകയാണ് ചെയ്യുന്നത്. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് കേട്ടോ. ലഘുഭക്ഷണത്തിന്റെ പ്രത്യേകത പെട്ടെന്ന് ഡൈജഷൻ ആവും. അതുപോലെ തന്നെ അസുഖമുള്ള സമയത്താണെങ്കിൽ കുട്ടിയെ നമ്മൾ ഒരിക്കലും പട്ടിണി കിടത്താനായിട്ട് പാടില്ല. ഓക്കെ, ചിലപ്പോ അവന് വേണ്ടാന്ന് പറയും, പക്ഷെ എനിക്ക് വേണ്ട, എനിക്ക് വിശക്കുന്നില്ല, കാരണം അസുഖമാണല്ലോ. ചിലപ്പോ വേണ്ടാന്ന് പറയും, പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യരുത്, കുട്ടിയെ നമ്മൾ പട്ടിണി കിടത്താനായിട്ട് പാടില്ല. കാരണം കുട്ടിക്ക് ധാരാളം മെഡിസിൻസ് നമ്മൾ കൊടുക്കുന്നതാണ്. അതൊക്കെ എന്താണ്, ബോഡിയിലേക്ക് ചെല്ലുകയാണ് അല്ലെ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് എന്ത് വേണം, കുട്ടിക്ക് ഭക്ഷണം നമ്മൾ കൊടുത്തിരിക്കണം. അപ്പൊ ഭക്ഷണക്രമവും മെഡിസിൻസും കുട്ടിയുടെ രോഗത്തിന്റെ ആ സമയത്ത് നന്നായിട്ട് നമ്മള് പാലിച്ചിരിക്കണം. ഓക്കെ, പിന്നെ ഇന്നത്തെ ഒരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഒബിസിറ്റി ആണ് കേട്ടോ. അതായത് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഒബിസിറ്റി ആണ്. അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് ഇമ്മ്യൂണൈസേഷൻ കുറവായിരിക്കും, എപ്പോഴൊക്കെ ഒരു രോഗം വന്നുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് പൊതുവായിട്ട് കാണുന്നത്. അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. അപ്പൊ ഒബിസിറ്റിയെയും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെയും നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മള് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കുട്ടിക്ക് കൊടുക്കണം. ഇനി നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കേരളത്തില് ഭക്ഷണ ദൗർബല്യം ഇല്ല. ഓക്കെ, അതായത് ഫുഡിന്റെ ഒരു കുറവ് നമ്മുടെ നാട്ടിലില്ല. ഓക്കെ, ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റ്സുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ എന്താ പറയാ, നല്ല രീതിയിലുള്ള ഒരു എന്താ പറയാ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് അല്ലെ. ആരും ഈ സംസ്ഥാനത്തില് ഫുഡ് പട്ടിണി കിടന്നിട്ടുള്ള ഒരു അവസ്ഥ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാവർക്കും എന്താണ് ഫുഡ്, ഇപ്പോ സാധാരണ ഒരു മിഡിൽ ക്ലാസ് ആണെങ്കിലും അല്ലെങ്കിൽ ലോ ക്ലാസ് ആണെങ്കിലും അവർ പട്ടിണി കിടക്കേണ്ട ഒരു അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ മറ്റു സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. നമുക്കിപ്പോ ബീഹാറിൽ പോയാലോ അസമിൽ പോയാലോ നമ്മൾ കാണാൻ സാധിക്കുക, അവിടെ സ്ട്രീറ്റുകളിൽ കുട്ടികളിരുന്ന് പിച്ച കണ്ടുന്നതാണ് കാണാൻ സാധിക്കുക. മറ്റുള്ളവർ കൊടുക്കുന്ന പൈസ കൊണ്ടാണ് അവര് ഫുഡ് തന്നെ മേടിക്കുന്നത് അല്ലെ. ആ ഫുഡ് എന്ന് പറയുന്നത് എന്താ, ഒരു ബണ്ണോ ഒരു ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഇത്തിരി വെള്ളമൊക്കെ ആയിരിക്കും അവർ കുടിക്കുന്നത്. ഒരു നേരത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഒരാകെ ഒരു നേരമൊക്കെ ഭക്ഷണം കഴിക്കുള്ളൂ. അവരുടെ വീടുകളിൽ ഭക്ഷണം വെക്കില്ല. എല്ലാവരും എന്താണ്, പാവപ്പെട്ട ആളുകളാണ് മറ്റു സ്റ്റേറ്റുകളെ അപേക്ഷിച്ച്. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാല്, നമ്മുടെ ഈ ഒരു സ്റ്റേറ്റിന്റെ പ്രത്യേകത, നമുക്ക് ഫുഡിന്റെ ആ ഒരു കുറവേ നമ്മുടെ സംസ്ഥാനത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്കൊരു കുറവുണ്ട്. അതെന്താണെന്ന് വെച്ചാല് ഫുഡിനെ കുറിച്ചുള്ള അവയർനെസ് നമുക്ക് കുറവാണ്. ഓക്കെ, അത് വലിയൊരു പ്രോബ്ലം ആണ് കേട്ടോ. അതായത് ഇന്ന നേരത്തെ എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത്, ശരിയായിട്ടുള്ള ഭക്ഷണ രീതി നമ്മൾ പാലിക്കേണ്ടത്. അതായത് ഏറ്റവും കൂടുതൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ളത്, പ്രമേഹം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് കേരളം. ഓക്കെ, ഡയബറ്റിക്സ് ഇഷ്യൂ, അതുപോലെ തന്നെ കൊളസ്ട്രോള്, ഹാർട്ട് പ്രോബ്ലം, ഹാർട്ട് അറ്റാക്ക്, ഇതൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് കേരളത്തിലാണ്. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുന്നത്, അതായത് നമ്മുടെ ഫുഡ് സ്റ്റൈലാണ്, നമ്മുടെ ഭക്ഷണ രീതിയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കുന്നത് അല്ലെ. ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് എന്ന് പറഞ്ഞാല് ഫുഡിനെ കുറിച്ചുള്ള അവയർനെസ് കുറവാണ്. ഓക്കെ, ധാരാളം കാര്യങ്ങൾ നമ്മൾ സ്പീച്ച് ചെയ്യും, അങ്ങനെ കഴിക്കരുത് ഇങ്ങനെ കഴിക്കരുതൊക്കെ. പക്ഷെ ആരും അത് നമ്മുടെ ജീവിതത്തില് കൊണ്ടുവരാനായിട്ട് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കാറില്ല. അപ്പൊ അവയർനെസ് ആണ് ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെയിൻ ഫുഡ് ആണ് കേട്ടോ.
കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ദാറ്റ് ഈസ് എ ബ്രെയിൻ ഫുഡ്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. കുട്ടിയെ ഒരിക്കലും നമ്മൾ വെറും വയറ്റില് സ്കൂളിൽ അയക്കാനോ, ഇനി നിങ്ങളുടെ അടുത്ത് വരുന്ന കുഞ്ഞുമക്കളാണെങ്കിൽ, നിങ്ങളുടെ അടുത്ത് വരുന്ന കുട്ടികളാണെങ്കിൽ, അല്ലെ, നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ചോദിക്കണം, അവര് വരുമ്പോൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കണം. ഇനി അവര് കഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിൽ സ്കൂളിലും മറ്റുമായിട്ടുണ്ടല്ലോ അതിനുള്ള സംവിധാനങ്ങളൊക്കെ. അപ്പൊ എന്ത് ചെയ്യുക, അവരെ ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഫ്യൂച്ചറിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ധാരാളമായിട്ട് ഉണ്ടാകും. ഇനി കുട്ടികൾക്ക് നമ്മള് ഇപ്പൊ വീട്ടിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ എണീക്കുമ്പോൾ നമ്മള് നട്ട്സ് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. 2 or 3 നട്ട്സ് എന്ത് ചെയ്യാം, നമുക്ക് കൊടുക്കാം. പാലൊക്കെ കഴിക്കാത്ത പിള്ളേരൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഈ കുതിർത്ത നട്ട്സ് നമുക്ക് കൊടുക്കാം. അത് നല്ലതാണ്. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, പയറ്, അതുപോലെ തന്നെ ഇലക്കറികള്, തൈര്, ഫിഷ്, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ. എല്ലാ ദിവസവും നമ്മൾ ഒരേപോലെ ആയിരിക്കരുത് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നത് കേട്ടോ. വെറൈറ്റി കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ കുഞ്ഞിന് പെട്ടെന്ന് മടുക്കും. ഓക്കെ, ഇന്ന് ഞാനിപ്പോ ഗോതമ്പിന്റെ പുട്ടുണ്ടാക്കി എന്ന് വിചാരിക്കുക, നാളെയും ഗോതമ്പിന്റെ പുട്ടുണ്ടാക്കി, മറ്റന്നാൾ ഉണ്ടാക്കി, 4ാമത്തെ ദിവസം എന്ത് ചെയ്യില്ല, കുഞ്ഞത് കഴിക്കില്ല. ഓക്കെ, ചോദിക്കും ഇതെന്താണ് എപ്പോഴും ഇത് എനിക്ക് വേണ്ടാന്നേ പറയുള്ളൂ. അപ്പൊ നമ്മൾ വെറൈറ്റി കൊണ്ടുവരാം. ഒരു ദിവസം ഇഡ്ഡലി ആണെങ്കിൽ ഒരു ദിവസം ദോശ കൊണ്ടുവരാം, പിറ്റേ ദിവസം പുട്ട്, ഇടിയപ്പം, അങ്ങനെ എന്ത് നമുക്കെന്ന് പറഞ്ഞാൽ ക്ഷാമമില്ല. പല വെറൈറ്റികൾ ഉണ്ട് കേരളത്തിനെ സംബന്ധിച്ച് കേട്ടോ. അത് കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ധാരാളം ഫുഡ് ഐറ്റംസ് ഉണ്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്ത് ചെയ്യാം, വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ അട്രാക്ഷൻ, അതായത് ആ ഫുഡിനോട് അവർക്ക് ഒരു അട്രാക്ഷൻ തോന്നണം. കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് പെട്ടെന്ന് അട്രാക്റ്റീവ് ആകും, അല്ലെ? അവർക്ക് കാണുന്നതിനോട് എന്തും കൗതുകം തോന്നുന്ന ഒരു പ്രായമാണ് കുഞ്ഞിപ്രായം എന്ന് പറയുന്നത്. അപ്പൊ ഒരു അട്രാക്ഷൻ തോന്നാൻ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ആ ഫുഡിനോടൊരു അട്രാക്റ്റീവ് തോന്നാനായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യണം, അതായത് കളർ, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ കളർ ചേർക്കണം എന്നല്ല, ഇപ്പോ പുട്ടിൽ തന്നെ എന്താണ് നമുക്ക് ബീട്രൂട്ട് ആഡ് ചെയ്തിട്ട് എന്താണ് കുറച്ചും കൂടി ഇത് റെഡിഷ് കളറാവും, അല്ലെ? അല്ലെങ്കിൽ ക്യാരറ്റ് ആഡ് ചെയ്താൽ കുറച്ചും കൂടി ഓറഞ്ച് ആയിട്ടുള്ള കളറാവും. അങ്ങനെയുള്ള കളറുകളൊക്കെ ആഡ് ചെയ്തിട്ട് അവരെ അട്രാക്റ്റീവ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഇപ്പൊ ചെറുപയർ കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ചെറുപയർ ഇതുപോലെ തലേ ദിവസം കുതിർത്തിട്ട് പിറ്റേ ദിവസം അരച്ച് ചെറുപയർ ദോശ ഉണ്ടാക്കി കൊടുക്കാം. കാണുമ്പോ എന്താ കുട്ടികൾ പറയാ, ഗ്രീൻ കളറിലുള്ള ദോശ എന്നാ പറയുള്ളൂ, അല്ലെ? കുട്ടിക്ക് അറിയില്ല അത് ചെറുപയർ ദോശയാണെന്ന്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഇനി ദോശ കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടാന്നൊക്കെ ആണെങ്കിൽ പറയുന്നെങ്കിൽ എന്താണ്, അമ്മമാർ ഉപയോഗിക്കുന്ന ടിപ്സ് തന്നെയാണ്. ഇപ്പോ ആനയുടെ ആകൃതിയിൽ എന്ത് ചെയ്യുക, ദോശ ഉണ്ടാക്കി കൊടുക്കുക, സ്മൈലിയുടെ രൂപത്തിൽ ദോശ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെയുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് കുട്ടികളെ ഭക്ഷണം കഴിക്കാനായിട്ട് പ്രേരിപ്പിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പറയാനായിട്ടുള്ളത് കേട്ടോ. ഒരു ചാപ്റ്റർ എങ്ങനെ ഉണ്ടായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു ഈ ചാപ്റ്റർ? എന്തൊക്കെ കാര്യങ്ങൾ പിടികിട്ടി? കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചോ? കുറെ കാര്യങ്ങൾ കിട്ടിയോ? മനസ്സിലാക്കാൻ പറ്റി. മനസ്സിലാക്കാൻ പറ്റിയ അല്ലെ? ഓക്കെ, ധന്യ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ചാപ്റ്റർ ഹെൽത്ത് കെയർ? ധന്യ, രമ്യ? ആ മാം, നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ ഇവിടെ എന്റെ അമ്മനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ മോ ഇപ്പൊ 3 മാസമായിട്ടേ ഉള്ളൂ. അപ്പൊ അവനിങ്ങോട്ട് വലുതാകുമ്പോ ഫുഡിന്റെ കാര്യമായാലും എനിക്കിപ്പോ ആരോട് ചോദിക്കേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെ ഇപ്പൊ പഠിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലേ? ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അല്ലെങ്കിൽ ഇതാണ് മനസ്സിലായല്ലോ എങ്ങനെയൊക്കെയാണ് നമ്മൾ കുഞ്ഞിന് കൊടുക്കേണ്ടത്, അല്ലെ? ചെറുപ്പത്തിലേ തന്നെ ഇങ്ങനെയുള്ള ക്രമങ്ങൾ നമ്മൾ പാലിക്കണം കേട്ടോ. അതാണ് നമ്മൾ അമ്മമാര് ശ്രദ്ധിക്കേണ്ടത്. പല അമ്മമാരും ജോലിക്ക് പോകുന്ന അമ്മമാരുണ്ടാകും, ശ്രദ്ധിക്കാൻ പറ്റാത്തവരുണ്ടാവും, 2 ഉം 3 ഉം കുട്ടികളുള്ളവരൊക്കെ ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ഇടയിൽ, കാരണം നമ്മുടെ മക്കളല്ലേ, ഭാവിയിലെ ആളുകളാണ് അവരല്ലേ, നമ്മുടെ ഫ്യൂച്ചറിലെ ആളുകളാണ് അവര്, നമ്മുടെ മക്കളാണ്, നമ്മുടെ തലമുറ നിലനിർത്തേണ്ടവരാണ്, അല്ലെ? അപ്പൊ അവരുടെ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ പലതിന്റെ പിന്നിൽ കൂടി, അതായത് ഇപ്പോ നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്, അല്ലെ? ഫാമിലി ആയിട്ട്, അതായത് ഭാവിയില് അതിനകത്ത് പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ മക്കള് തന്നെയാണ്. നമ്മുടെ മക്കളില്ലാതെ എന്തില്ല, ഒന്നുമില്ല നമുക്ക് ഈ ലോകത്ത്, അല്ലെ?
അപ്പൊ അവരുടെ ഹെൽത്ത് ആണ് എന്ത് ചെയ്യേണ്ടത് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. കുട്ടികൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഏർലി ആയിട്ട് തന്നെ കണ്ടുപിടിക്കുക. ഡോക്ടർ പറയുന്നത് പോലെ തന്നെ ഇപ്പൊ ഒബിസിറ്റി ഉള്ള കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ധാരാളം മെലിഞ്ഞിരിക്കുന്ന എനിക്ക് തോന്നുന്നു അത്രയും വലിയ പ്രശ്നം വരില്ല. കൂടുതലായിട്ട് കാണുന്നത് ഒബിസിറ്റി തന്നെയാണ് കേട്ടോ. കുട്ടികളിൽ വണ്ണം കൂടുതൽ തടിയാണ് കാണപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, ഓവർ വെയിറ്റ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, അപ്പൊ അത് നിങ്ങളുടെ കുട്ടികളായാലും പഠിപ്പിക്കുന്ന കുട്ടികളായാലും എന്താണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാനായിട്ട് പറയാ. അതുപോലെ തന്നെ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, പാലിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. കുറച്ച് നമുക്ക് ചിലപ്പോ കഷ്ടപ്പെടേണ്ടി വരും, കുറച്ച് സമയമൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്തേണ്ടതായിട്ട് വരും. പക്ഷെ എന്താ, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ ഇന്ന് തീർന്നു കേട്ടോ. ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടോ. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീക്കില് പുതിയൊരു ചാപ്റ്ററുമായിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ നോക്കാം. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ തരാം കേട്ടോ. ഓക്കെ, Okay, miss. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് വീക്ക് കാണാം കേട്ടോ. ബൈ, ഗുഡ് നൈറ്റ്. താങ്ക് യു. Thank you, Miss. താങ്ക് യു.